കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വിലാപയാത്ര സ്കൂളിന് അടുത്തേക്കൊക്കെ എത്താറായിട്ടുണ്ട്. പലയിടത്തും ഇതാ അവിടെയൊക്കെ ആളുകളെത്തി അവന് അന്തിമോപചാരം അർപ്പിക്കാനായി ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അതും കാണുന്നുണ്ട്. അപ്പം ഈ ആംബുലൻസ് കടന്നു വരുന്ന വഴികളിലൊക്കെ ആളുകൾ വരുന്നുണ്ട് അവസാനമായി ആ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരവരുടെ വീടുകളിലുണ്ടായ അവരവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ നഷ്ടം എന്ന നിലയിൽ തന്നെയാണ് മിഥുൻ എന്ന 13 വയസ്സുകാരനെ നമുക്ക് നഷ്ടമാകുമ്പോൾ അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അതേ മാനസികാവസ്ഥയിലാണ് ഓരോ മലയാളിയും ഈ വാർത്ത അറിയുന്നതും അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിവക്കിൽ എത്തുന്നത്. ഇത് ആ വീട്ടിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ്. ആ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് വിവരിക്കാൻ പോലും പറയാൻ പോലും കഴിയാത്ത തരത്തിൽ അങ്ങേയറ്റം ദയനീയമാണ്. ആ വീട്ടിൽ എനിക്ക് തോന്നുന്നത് കുറേ കഴിഞ്ഞ 2-3 ദിവസമായി അവൻ്റെ മുത്തശ്ശിയൊക്കെ മിഥുൻ്റെ മുത്തശ്ശിയൊക്കെ തളർന്ന് അലമുറയിട്ട് കരയുകയാണ്. അതിൽ ആരൊക്കെയോ ഇപ്പോൾ തളർന്നു വീണിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ്. ഒരു പക്ഷേ മിഥുൻ്റെ മുത്തശ്ശി മണിയമ്മ ഈ ദിവസങ്ങളിലെ ഒരു സങ്കട കാഴ്ചയായിരുന്നു. മിഥുൻ്റെ അനിയൻ സുജിനെ ചേർത്ത് പിടിച്ച് അവിടെ ചെല്ലുന്നവരുടെ മുന്നിൽ എൻ്റെ കുഞ്ഞ് വരില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആ മുത്തശ്ശി മണിയമ്മ നമ്മളുടെ കണ്ണീർ കാഴ്ചയായി ഈ ദിവസങ്ങളിൽ മാറുകയും ചെയ്തു.